പൗത്യത്തിൽ ഇനി വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അവരെല്ലാവരും നാട്ടിലേക്ക് എത്തുകയാണ്. അപ്പം നാട്ടിലെത്തുമ്പം തരുണിന് ആൻഡ്രൂസിനെ അറിയാം, ജയിൽ വാർഡൻ ആയ ആൻഡ്രൂസിനെ. അപ്പം എന്തായാലും കുഞ്ഞിന് ആപത്തുണ്ടാവും എന്ന് തരുണിനൊരു തോന്നൽ കൊണ്ട് തന്നെ ആൻഡ്രൂസിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പരിചയക്കാരനായ ആൻഡ്രൂസിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം വേദയും കുഞ്ഞും നാട്ടിലെത്തിയിട്ടുണ്ട്, പക്ഷേ കുഞ്ഞിന് ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ഇവിടെ നിർത്താൻ എനിക്ക് ഭയമുണ്ടെന്ന് തരുൺ പറയുന്നുണ്ട്. വേദയ്ക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, അതുപോലെ തന്നെ തനിക്കുമുണ്ട്. അവരെല്ലാം കുഞ്ഞിനെ ആയിരിക്കും ലക്ഷ്യം വെച്ചേക്കുന്നതെന്ന് തരുൺ പറയുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴും എപ്പോഴും കുഞ്ഞിൻ്റെ കൂടെ ഒരാളുണ്ടാവണം, കുഞ്ഞിനെ കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ള ഒരാളെന്ന് പറയാണ്. അങ്ങനെ ഒരാളെ വേണമെന്ന് ആൻഡ്രൂസിനടുത്ത് പറയുന്നുണ്ട്. അപ്പം ആൻഡ്രൂസ് പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ എന്നും പറഞ്ഞ് ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് ആൻഡ്രൂസ് വിക്രത്തിൻ്റെ കാര്യം ആലോചിക്കുന്നത്. ഞാൻ ഇന്ന് അന്വേഷിക്കട്ടെന്ന് ആൻഡ്രൂസ് പറയുന്നുണ്ട്. അതിനുശേഷം വിക്രത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കാൻ നീ കൂടെ പോവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവസാനം വിക്രം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം തൻ്റെ മകളുടെ രക്ഷകനായിട്ട് എത്തുകയാണ് വേദയുടെയും കുഞ്ഞിൻ്റെയും അടുത്തേക്ക്. സ്വന്തം മകളാണെന്നറിയാതെ തന്നെ വിക്രം മകളുടെ രക്ഷയ്ക്ക് എത്തുകയാണ്.